വനപ്രദേശത്തോട് ചേർന്ന് കിടക്കുന്ന ജനവാസ മേഖലയിലെ കൃഷിഭൂമി ഉടൻ കൃഷിയോഗ്യമാക്കിയില്ലെങ്കിൽ ഭൂമി വനം വകുപ്പ് ഏറ്റെടുക്കുമെന്ന ഉത്തരവിനെതിരെ CITU രംഗത്ത്. ഉത്തരവ് തോട്ടൻ മേഖലയോടും വനമേഖലയിലെ കർഷകരോടുമുള്ള വെല്ലുവിളിയാണെന്നും ഉത്തരവ് പിൻവലിക്കണമെന്നും കേരള പ്ലാന്റേഷൻ ലേബർ ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് S. ജയമോഹൻ വനം വകുപ്പിനോട് ആവശ്യപ്പെട്ടു. വനമേഖലയോട് അടുത്തു കിടക്കുന്ന തോട്ടം ജനവാസ മേഖലകളിലെ ഭൂമിയിൽ കൃഷി ചെയ്യാത്തതിനാൽ വന്യമൃഗശല്യം രൂക്ഷമായത് ചൂണ്ടിക്കാട്ടിയാണ് കൃഷി ചെയ്യുന്നില്ലെങ്കിൽ ഭൂമി വനം വകുപ്പ് ഏറ്റെടുക്കുമെന്ന് ഉത്തരവിറക്കിയത്. ഈ ഉത്തരവ് കഴിഞ്ഞ ദിവസം തെന്മല DFO അറിയിപ്പായി തോട്ടം മേഖലകൾക്ക് കൈമാറി. ഈ സാഹചര്യത്തിലാണ് കേരള പ്ലാന്റേഷൻ ലേബർ ഫെഡറേഷൻ CITUവിൻ്റെ പ്രതിഷേധം. വന്യമൃഗങ്ങൾ കൃഷി നശിപ്പിക്കുന്നതിനെ തുടർന്നാണ് കർഷകർ കൃഷി താൽക്കാലികമായി നിർത്തിയത്. കോടിക്കണക്കിന് രൂപ കൃഷിനാശവും സംഭവിക്കുന്നു. വന്യജീവി ആക്രമണത്തിനിരയായി ഓരോ വർഷവും മനുഷ്യജീവനുകൾ പൊലിയുന്നു. വന്യജീവികൾക്ക് വനത്തിനുള്ളിൽ തീറ്റയും വെള്ളവും എത്തിക്കണം. വന്യജീവികൾ കൃഷിഭൂമിയിൽ പ്രവേശിക്കുന്നത് തടയാൻ വൈദ്യുതി വേലി സ്ഥാപിക്കണം. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നടപടി സ്വീകരിക്കാതെ കൃഷിനാശം മൂലം കൃഷി ചെയ്യാൻ കഴിയാതെ പ്രതിസന്ധിയിലായ കർഷകരുടെ ഭൂമി ഏറ്റെടുക്കുമെന്ന ഉത്തരവ് കർഷകരോടുള്ള വെല്ലുവിളിയാണെന്നും കേരള പ്ലാന്റേഷൻ ലേബർ ഫെഡറേഷൻ CITU കുറ്റപ്പെടുത്തി. വനം വകുപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്ന വിവാദ ഉത്തരവ് അടിയന്തരമായും പിൻവലിക്കണം. കൃഷി ചെയ്യാതിരിക്കുന്നതിൻ്റെ കാരണത്തെ സംബന്ധിച്ച് വനം വകുപ്പിന് അറിയാതിരുന്നിട്ടല്ല, അറിഞ്ഞുകൊണ്ട് തന്നെ കർഷകരെ ദ്രോഹിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉത്തരവാണ് വനം വകുപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. കൃഷി ചെയ്യാൻ കഴിയാതിരിക്കുന്നത് വന്യമൃഗ ശല്യം കൊണ്ടാണ്. വന്യമൃഗ ശല്യം ഒഴിവാക്കുക എന്നതാണ് വനം വകുപ്പ് ചെയ്യേണ്ടത്. കർഷകരുടെ ദുരിതം മനസ്സിലാക്കാതെ ഇറക്കിയ ഉത്തരവ് ഉടൻ പിൻവലിക്കണമെന്ന് CITU വനം മന്ത്രിക്ക് നൽകിയ നിവേദനത്തിൽ അഭ്യർത്ഥിച്ചു. രാജ്കുമാർ, കൈരളി ന്യൂസ്, കൊല്ലം.